ഹായ് ഫ്രണ്ട്സ്, 2021 നടത്താനിരിക്കുന്ന 10th ലെവൽ പ്രിലിമിനറി എക്സാമിന് വരാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ബാങ്കിംഗ് നിയമനങ്ങൾക്ക് നിർമ്മിത ബുദ്ധി ഉപയോഗിക്കുന്ന ഇന്ത്യയിലെ ആദ്യ ബാങ്ക്. ബാങ്കിംഗ് നിയമനങ്ങൾക്ക് നിർമ്മിത ബുദ്ധി, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കുന്ന ഇന്ത്യയിലെ ആദ്യ ബാങ്കാണ് ഫെഡറൽ ബാങ്ക്. ഫെഡ് റിക്രൂട്ട് ആപ്പ് എന്നതാണ് ഈ ഒരു ആപ്പിൻ്റെ പേര്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ടാണ് ഇതിലെ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത്. ഓരോ കാൻഡിഡേറ്റിൻ്റെയും കഴിവുകൾ അളക്കുന്നതിന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ആപ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഫെഡറൽ ബാങ്കാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് ബാങ്കിങ് നിയമനങ്ങൾ നടത്തിയ ആദ്യത്തെ ബാങ്ക്. അടുത്ത ചോദ്യം നോക്കാം. 20ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം എന്ന കൃതി രചിച്ചത്. 20ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം എന്ന കൃതി രചിച്ചത് അക്കിത്തമാണ്. അക്കിത്തം ഈ അടുത്താണ് അന്തരിച്ചത്. 2020 ഒക്ടോബർ മാസമാണ് അക്കിത്തം അന്തരിച്ചത്. കേരളത്തിൽ നിന്നുള്ള 6ാമത്തെ ജ്ഞാനപീഠ ജേതാവ് ആണ് അക്കിത്തം. കേരളത്തിൽ നിന്നുള്ള 6ാമത്തെ ജ്ഞാനപീഠ ജേതാവാണ് അക്കിത്തം. 20ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം എന്ന കൃതി രചിച്ചത് അക്കിത്തമാണ്. ഒന്നുകിൽ അദ്ദേഹത്തിൻ്റെ കൃതികളെക്കുറിച്ച് ചോദിക്കുക, അല്ലെങ്കിൽ ജ്ഞാനപീഠം അവസാനമായി നേടിയ വ്യക്തിയാണ്. കേരളത്തിൽ നിന്നുള്ള 6ാമത്തെ വ്യക്തിയാണ് അക്കിത്തം. അടുത്ത ചോദ്യം. 2020 ഒക്ടോബറിൽ മികച്ച പാരിസ്ഥിതിക പ്രവർത്തനങ്ങൾക്കായി ബ്രിട്ടനിലെ വില്യം രാജകുമാരൻ ഏർപ്പെടുത്തിയ പുരസ്കാരം. 2020 ഒക്ടോബറിൽ മികച്ച പാരിസ്ഥിതിക പ്രവർത്തനങ്ങൾക്കായി ബ്രിട്ടനിലെ വില്യം രാജകുമാരൻ ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് എർത്ത് ഷൂട്ട് അവാർഡ്. അതായത് മികച്ച പാരിസ്ഥിതിക പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടന അല്ലെങ്കിൽ ആൾക്കാർക്കായി ഇവയിൽ ഏതെങ്കിലും ഒന്നും അവർക്കായി ബ്രിട്ടനിലെ വില്യം രാജകുമാരൻ ഏർപ്പെടുത്തിയ പുരസ്കാരം എർത്ത് ഷൂട്ട് അവാർഡ്. അടുത്ത ചോദ്യം. സർക്കാർ ജീവനക്കാരുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനായി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന പദ്ധതി. സർക്കാർ ജീവനക്കാരുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനായി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയാണ് മിഷൻ കർമ്മയോഗി. ഓരോ മേഖലകളിലും ഓരോ ജീവനക്കാരുടെയും കഴിവുകൾ പരമാവധി വർദ്ധിപ്പിക്കാനായി തുടങ്ങുന്ന പദ്ധതിയാണ്, കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയാണ് മിഷൻ കർമ്മയോഗി. അടുത്ത ചോദ്യം. ഡിജിറ്റൽ ഗാർഡൻ ഉള്ള ഇന്ത്യയിലെ ആദ്യ സർവകലാശാല. ഡിജിറ്റൽ ഗാർഡനുള്ള ഇന്ത്യയിലെ ആദ്യ സർവകലാശാലയാണ് കേരള സർവകലാശാല. ഡിജിറ്റൽ ഗാർഡൻ എന്ന് പറഞ്ഞാൽ ഒരു ഗാർഡനിലെ എല്ലാ ചെടികൾക്കും ഒരു കോഡ് ഉണ്ടാകും, QR കോഡ്. അത് വെച്ചാൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അറിയാൻ പറ്റും. ഈ ഡിജിറ്റൽ ഗാർഡനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാലയാണ് കേരള സർവകലാശാല. ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്താൽ ആ ഒരു ചെടിയെക്കുറിച്ചും എല്ലാ വിവരങ്ങളും അതിലൂടെ ലഭിക്കും. അതിനെയാണ് ഡിജിറ്റൽ ഗാർഡൻ എന്ന് പറയുന്നത്. ഡിജിറ്റൽ ഗാർഡനുള്ള ഇന്ത്യയിലെ ആദ്യ സർവകലാശാല കേരള സർവകലാശാലയാണ്. ഡിജിറ്റൽ ഗാർഡനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ രാജ്ഭവൻ കേരള രാജ്ഭവനാണ്. അടുത്ത ചോദ്യം നോക്കാം. ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനത്തിൻ്റെ 100ാം വാർഷികം ആഘോഷിച്ചതെന്ന്. ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനത്തിൻ്റെ 100ാം വാർഷികം ആഘോഷിച്ചത് 2020 ഓഗസ്റ്റ് 18-നാണ്. അദ്ദേഹം 1920 ഓഗസ്റ്റ് 18-നാണ് ഷൗക്കത്ത് അലിയുടെ കൂടെ ഖിലാഫത്ത് നേതാവായ ഷൗക്കത്ത് അലിയുടെ കൂടെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ പ്രചരണാർത്ഥം കേരളം സന്ദർശിച്ചത്. അതിൻ്റെ 100ാം വാർഷികമാണ് 2020 ഓഗസ്റ്റ് 18-ന് ആഘോഷിച്ചത്. അടുത്ത ചോദ്യം. 2020 ഖേൽ രത്ന പുരസ്കാരത്തിന് അർഹനായ ക്രിക്കറ്റ് താരം. 2020 ഖേൽ രത്ന പുരസ്കാരത്തിന് അർഹനായ ക്രിക്കറ്റ് താരം രോഹിത് ശർമ്മയാണ്. ഈ ഒരു ഖേൽ രത്ന പുരസ്കാരം ലഭിക്കുന്ന 4ാമത്തെ താരമാണ് രോഹിത് ശർമ്മ. സച്ചിൻ ടെണ്ടുൽക്കർ, എം എസ് ധോണി, വിരാട് കോഹ്ലി എന്നിവരാണ് ഇതിനു മുൻപ് ഖേൽ രത്ന പുരസ്കാരം ലഭിച്ചവർ. രോഹിത് ശർമ്മയെ കൂടാതെ വിനേഷ് ഫോഗട്ട്, വനിതാ ഗുസ്തി താരമായ വിനേഷ് ഫോഗട്ട്, മണിക ബത്ര ടേബിൾ ടെന്നീസ് താരമാണ്, മാരിയപ്പൻ തങ്കവേലു പാരാലിമ്പിക്സ് താരം, റാണി രാംപാൽ ഹോക്കി താരം. ഇത്രയും പേർക്ക് ആണ് 5 പേർക്കാണ് ഈ വർഷത്തെ 2020 ഖേൽ രത്ന പുരസ്കാരം ലഭിച്ചത്. ആദ്യമായിട്ടാണ് 5 പേർക്ക്
ഖേൽ രത്ന പുരസ്കാരം നൽകുന്നത്? അടുത്ത ചോദ്യം നോക്കാം. 2020 ശുചിത്വ സർവേയിൽ രാജ്യത്ത് ഒന്നാമതെത്തിയ നഗരം ഏത്? 2020 ശുചിത്വ സർവേയിൽ രാജ്യത്ത് ഒന്നാമതെത്തിയ നഗരം ഇൻഡോർ ആണ്. തുടർച്ചയായി 4-ാം തവണയാണ് ഈ ശുചിത്വ സർവേയിൽ രാജ്യത്ത് ഒന്നാമതെത്തുന്നത്. അടുത്ത ചോദ്യം നോക്കാം. അദാനി ഗ്രൂപ്പിന് 50 വർഷത്തേക്ക് നടത്തിപ്പ് കരാർ നൽകുന്ന കേരളത്തിലെ വിമാനത്താവളം ഏത്? അദാനി ഗ്രൂപ്പിന് 50 വർഷത്തേക്ക് നടത്തിപ്പ് കരാർ നൽകുന്ന കേരളത്തിലെ വിമാനത്താവളം തിരുവനന്തപുരം വിമാനത്താവളമാണ്. ഈ ഒരു അദാനി ഗ്രൂപ്പിന് നൽകുന്നതോടെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ വരുമാനം കൂട്ടുവാനും അത് കൂടുതൽ വികസനം നൽകുവാനുമാണ് 50 വർഷത്തേക്ക് ഈ ഒരു നടത്തിപ്പ് കരാറിനായി നൽകുന്നത്. ഇതുകൂടാതെ ജയ്പൂർ, ഗുവാഹട്ടി എന്നീ വിമാനത്താവളങ്ങളും ഈ ഒരു സ്വകാര്യവൽക്കരണം നടത്തുന്നുണ്ട്. 50 വർഷത്തേക്കാണ് ഇതിനൊരു കരാർ നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരം വിമാനത്താവളമാണ് അദാനി ഗ്രൂപ്പിന് 50 വർഷത്തേക്ക് കരാറിന് നൽകിയിരിക്കുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2020 ഓഗസ്റ്റിൽ അന്തരിച്ച പണ്ഡിറ്റ് ജസ്രാജ് ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു? 2020 ഓഗസ്റ്റിൽ അന്തരിച്ച പണ്ഡിറ്റ് ജസ്രാജ് ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു? ഉത്തരം സംഗീതജ്ഞനായിരുന്നു പണ്ഡിറ്റ് ജസ്രാജ്. 2020 ഓഗസ്റ്റിലാണ് ഇദ്ദേഹം അന്തരിച്ചത്. പത്മവിഭൂഷൺ, പത്മഭൂഷൺ തുടങ്ങിയ പുരസ്കാരങ്ങൾ ലഭിച്ച പ്രശസ്ത വ്യക്തിയായിരുന്നു പണ്ഡിറ്റ് ജസ്രാജ്. ഇത്രയാണ് പ്രധാനപ്പെട്ട 10 ചോദ്യങ്ങൾ. ഈ 10 ചോദ്യങ്ങളും മറക്കാതെ പഠിച്ചു വയ്ക്കുക. കൂടുതൽ ചോദ്യങ്ങൾ ഈ ഒരു അടുത്ത വീഡിയോയിൽ നൽകുന്നതാണ്. കൂടുതൽ ക്ലാസ്സുകൾക്കായി, കൂടുതൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസിനുമായി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. താങ്ക് യു.